Hey guys, 10 കിലോമീറ്റർ പറത്താൻ പറ്റുന്ന ഡ്രോൺ ഇറങ്ങിക്കഴിഞ്ഞു ഗൈസ്. കഴിഞ്ഞ 2 വർഷം നമ്മൾ ഉപയോഗിച്ചിരുന്ന മാവിക് എയർ എന്നറിയപ്പെടുന്ന ഡ്രോണിന്റെ ചേട്ടൻ എന്ന് പറയാൻ പറ്റുന്ന ഡ്രോണാണ് മാവിക് എയർ 2. ഇന്നലെയാണ് ഇത് സംഭവം ലോഞ്ച് ചെയ്തത്. ഉടനെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡ്രോണാണിത്. 1 ലക്ഷം രൂപയ്ക്ക് താഴെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഡ്രോണാണ് മാവിക് എയർ 2. So let's see the specifications. This is Mavic Air 2. ജനുവരിയിലാണ് മാവിക് എയർ ലോഞ്ച് ചെയ്തത്. ഒരുപാട് ട്രാവലേഴ്സിന്റെ സ്നേഹം പിടിച്ചു വെച്ച ഡ്രോൺ ആണ് മാവിക് എയർ. മാവിക് എയറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറയുന്നത് ഇതാണ് കോമ്പാക്ട് ഡ്രോൺ ആയിരുന്നതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പോക്കറ്റിൽ കൊണ്ടുപോകുന്ന സൈസിലാണ് ശരിക്കും പറഞ്ഞാൽ അവരെ നിർമ്മിച്ചത്. ഇപ്പോൾ വന്നിരിക്കുന്ന മാവിക് എയർ 2 ഏകദേശം സെയിം സൈസ് ആണ്, ബട്ട് ബിറ്റ് മോർ അഡ്വാൻസ്ഡ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ആർ മോർ. അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ 8K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഗൈസ്, നമുക്ക് ഇതിനകത്ത് 48 മെഗാ പിക്സൽ ഫോട്ടോ ഇതിലെടുക്കാൻ പറ്റും. വീഡിയോ എടുക്കുന്നതോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കാനും അത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് 48 മെഗാ പിക്സൽ ഫോട്ടോസ് വരെ ഇതിലെടുക്കാൻ പറ്റും. 8K ഹൈപ്പർ ലാപ്സ് നമുക്ക് ഇതിൽ ചെയ്യാം. പ്ലസ് നമുക്ക് 4K ഷൂട്ട് 60p ചെയ്യാൻ പറ്റും. 60p ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും 4K ഷൂട്ട് ചെയ്തേക്കുന്ന ഏതൊരു വീഡിയോയും നമുക്ക് മാക്സിമം സ്ലോയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് തിങ് ആണ് മാവിക് എയർ 2 ഇപ്രാവശ്യം നമുക്ക് വന്നേക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് എത്ര സമയം ഈ ഡ്രോൺ നമുക്ക് പറത്താൻ പറ്റും എന്നുള്ളത്. നമുക്കറിയാം മാവിക് എയർ എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈം നമുക്ക് പറത്താൻ പറ്റുന്നത് 21 മിനിറ്റ് ആയിരുന്നു. എയറിലെ 21 മിനിറ്റ് പറത്താനുള്ള മാക്സിമം ടൈമാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ നമുക്ക് 15 തൊട്ട് 17 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡ്രോണ് ബാറ്ററി 10% ലോ വരാറുള്ളത് നമ്മൾ തിരിച്ചു വിളിക്കാറുണ്ട്. പക്ഷെ ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 34 മിനിറ്റ്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 25 to 30 മിനിറ്റ്സ് നമുക്ക് ഈ ഡ്രോൺ എയറിൽ പറത്താൻ പറ്റും. അതായത് 2 ബാറ്ററി വാങ്ങിയില്ലെങ്കിൽ പോലും ഒറ്റ ബാറ്ററിയിൽ നമുക്ക് മിക്ക ഷോട്ടുകളും എടുക്കാൻ പറ്റും. ഈ ബിസിനസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഒറ്റ ബാറ്ററി കൊണ്ട് നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ട്രാക്ക് ആണ്. നമ്മൾ ട്രാക്ക് ചെയ്തു ഓട്ടോയിൽ ഇട്ട് വിട്ടാൽ നമ്മളെ ഏത് ഒബ്ജക്റ്റ് ആണോ ട്രാക്ക് ചെയ്യുന്നത് ആ ട്രാക്കിനെ ഇത് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഇതിൽ വന്നിരിക്കുന്ന മറ്റൊരു ഹൈലൈറ്റ് ആണ്. പ്ലസ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നമ്മുടെ ഓട്ടോമേറ്റ് ഓബ്സ്റ്റിക്കിൾ അവോയ്ഡൻസ് പറഞ്ഞ സിസ്റ്റം കൂടി ഇതിനകത്തുണ്ട്. അതായത് ഇതിന്റെ സെൻസർ ഓബ്സ്റ്റിക്കിളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഫ്ലൈ ചെയ്യാനുള്ള സിസ്റ്റം കൂടി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ല പൈലറ്റ് അല്ലാത്തവർക്ക് പോലും ഈ സംഭവം പറത്താൻ പറ്റും. പിന്നെ നമുക്ക് മാവിക്കിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെടുത്ത ഫൂട്ടേജ് നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനോ അതല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഇതിന്റെ കാർഡ് എടുക്കാതെ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് നമുക്കത് വീഡിയോ ഫോർമാറ്റ് ആക്കി മാറ്റാനും പറ്റും. മാവിക് 2 പ്രോവിനേക്കാളും 40% ലൈറ്റ് ആണ് മാവിക് എയർ 2 വന്നിരിക്കുന്നത്. പക്ഷെ മാവിക് എയറിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടി ഹാർഡർ ആൻഡ് ഹെവിയർ ആണ് ശരി. മാവിക് എയർ 2 കൺട്രോളർ ഡിസൈൻ വളരെ ഡിഫറെന്റ് ആണ്, വളരെ വ്യത്യസ്തമാണ് പ്രീവിയസ് വേർഷനെ വെച്ച് നോക്കുമ്പോൾ. ഇതിന്റെ മൊബൈൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ടോപ്പിലാണ് റാദർ ദാൻ താഴെ അറ്റാച്ച് ചെയ്യുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മുകളിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ കൊണ്ടും എൻ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ ഒരു മസ്കുലർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അത് ഹൈൽ ഹോൾഡ് ചെയ്യുമ്പോൾ. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് എയർ സെൻസർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വേറെ ഡ്രോണോ അതല്ലെങ്കിൽ വേറെ എയർക്രാഫ്റ്റ് എന്തെങ്കിലും ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റിമോട്ടിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡ്രോണിനെ തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ കൂടിയുണ്ട് മാവിക് എയർ 2. ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഫോക്കസ് ട്രാക്ക്. നമുക്ക് നല്ല ഡിസ്റ്റൻസിൽ തന്നെ നമുക്കൊരു ഐറ്റത്തിൽ ഫോക്കസ് ചെയ്ത് വെച്ചാൽ ഇത് ട്രാക്ക് ചെയ്ത് ഐറ്റം തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഷാർപ്പായിട്ട് നമുക്ക് ഇമേജ് നമുക്ക് വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഫോക്കസ് ട്രാക്ക്. മറ്റു ഡ്രോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു അഡ്വാൻസ്ഡ് വെർഷൻ കൂടിയാണ്. ഫ്രണ്ട്സ്, മാവിക് എയർ 2 വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല.
Mavic Air 2 നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമുക്ക് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് ഇവന്റെ ഫുൾ റിവ്യൂ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. സോ ദിസ് ഇസ് ആരോ ജെയിംസ് സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ ടൈം സ്റ്റോറീസ്. ബൈ ഫോർ നൗ.